മണവാട്ടിപ്പെണ്ണെന്താ മുറിയിൽ തന്നെ ഇരിക്കുന്നത്? പുറത്തേക്ക് കണ്ടൊന്നും ഇല്ലല്ലോ. അത് സാരമില്ല, കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും, അതൊക്കെ മനസ്സിലാവും. നിൻ്റെ അമ്മ എന്തി? ഞാൻ വന്ന വഴിക്ക് അവിടെയൊക്കെ നോക്കിയല്ലോ, അവിടെ ഒന്നും കണ്ടില്ലല്ലോ. പുറത്തേക്ക് പോയോ? ഞാനേ വന്നപ്പോൾ അവിടെ കുറേ നോക്കി, അപ്പം കണ്ടില്ല. പിന്നെ അവിടെ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്, അവരെയൊന്നും വലിയ പരിചയമില്ല. അപ്പം നീ മുറിയിലുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്ന്. ഏയ്, അമ്മാവൻ വന്നിട്ടൊന്നുമില്ല. ഏയ്, ആകെ പിണക്കത്തില്ല. നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ എങ്ങാണ്ട് ഫോണിൽ വിളിച്ച ഇവിടുത്തെ അച്ഛൻ പറഞ്ഞേന്ന്, ഫോണിൽ വിളിച്ച് പറഞ്ഞ് നേരി വന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിണക്കവും പറഞ്ഞ് അവിടെ ഇരിക്കുക. അത് നോക്കിയിരുന്നാൽ ഞാൻ അവിടെ ഇരിക്കേണ്ടി വരും. ഞാൻ അതുകൊണ്ട് ഇരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് നാളെ കല്യാണത്തിലുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നാളെ കല്യാണം കൂടെ കഴിഞ്ഞ് പിന്നെ അടുക്കള കാണൽ ചടങ്ങുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പയ്യേ പോകുന്നുള്ളൂ. ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വരുവാണെങ്കിൽ വരട്ടെ. അല്ല ഇപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പിണക്കം പറഞ്ഞിരുന്നത്? എങ്ങനെ ശരിയാവും? പിന്നെ അച്ഛൻ എന്തിയേ? പുറത്ത് ഒരാൾ അച്ഛനെ പോലെ ഇരിക്കുന്ന കണ്ടു. ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല. അവിടെ കുറേ ആണുങ്ങൾ നിൽക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വേഗം ഇങ്ങോട്ട് കയറി വന്നു. കല്യാണത്തിൻ്റെ അല്ലേ? പിന്നെ എന്താണ് കല്യാണത്തിൻ്റെ ഒക്കെ എവിടം വരെയായി ഒരുക്കങ്ങൾ? പിന്നെ നിൻ്റെ അമ്മായി ആയതുകൊണ്ട് നിനക്ക് ഉപദേശമൊന്നും തന്നില്ല എന്ന് പറയരുത്. നിനക്ക് കുറച്ച് ഉപദേശമൊക്കെ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ ഇവിടെ കിടന്ന് കാണിക്കുന്ന പോലെ, അമ്മയോട് കിടന്ന് കാണിക്കുന്ന പോലെ അവിടെ ചെന്ന് കാണിക്കാൻ നിന്നാൽ ചെകിളയ്ക്ക് നല്ല അടി കിട്ടും. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ പോയി ജീവിക്കുക. ഞാനും നിൻ്റെ അമ്മയൊക്കെ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ അവിടെ പോയി അടങ്ങി ഒതുങ്ങി ജീവിക്കുക. കാരണം ഇനി ഇത് നിൻ്റെ ഒരു വിരുന്ന് വരുന്ന പോലെ ഒരു വീട് മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും വരിക പോവുക അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനി ഈ വീടുമായിട്ട് നിനക്ക് വലിയ ബന്ധമൊന്നും ഇല്ല. ഇനി ആകെ വരുന്നതെന്നാ, പ്രസവത്തിന് കുറച്ച് ദിവസം വന്ന് നിൽക്കും, അതും കൂടെ ഉണ്ടാവുള്ളൂ. ഇപ്പം ചിന്തിക്കും ഓടി ഒരു ദിവസം വീട്ടിലേക്ക് വരാം, 2 ദിവസം നിൽക്കാമെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതൊന്നും നടക്കത്തില്ല. പിന്നെ തിരക്കായി കാര്യങ്ങളായി അങ്ങനെ പോവും. അതുകൊണ്ട് അവിടെ പോയി രാവിലെ എഴുന്നേൽക്കുക. അമ്മയൊക്കെ എല്ലാ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ അമ്മായി എന്ന സ്ഥാനത്ത് ഞാൻ നിനക്ക് എന്തെങ്കിലും പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ട് പറയാണ്. രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. നീ ഇനി അവിടുത്തെ മൂത്ത മരുമോൾ, എല്ലാ കാര്യവും നീ വേണം ചെയ്യാൻ. നീ അവിടെ ചെന്നിട്ട് അമ്മയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ നിൽക്കരുത്. ഞാനൊക്കെ കല്യാണം കഴിച്ച് വന്ന സമയത്തുണ്ടല്ലോ, എന്താ വരുന്നതെന്നറിയാമോ? എത്ര പേരാണെന്നറിയാവോ? അച്ചാച്ചൻ, അമ്മാമ്മ, അവിടുത്തെ 3 ആമക്കൾ, പോരാത്തതിന് അവരുടെ ബന്ധുക്കാർ, കുറേ പേരുണ്ടായിരുന്നു. അന്ന് കുടുംബം വലിയ കുടുംബമല്ലായിരുന്നോ? എന്തോരോ വീട്ടിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ? ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാം കണ്ടറിഞ്ഞ് നീ ചെയ്യണം. പിന്നെ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ അങ്ങ് കളഞ്ഞേക്കണം. അതും മനസ്സിൽ വെച്ചിരിക്കാനോ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ എന്തോ പറയുന്നത്, ഭർത്താവിൻ്റെ കാര്യം നോക്കി അവിടെ ഒരു നല്ല ഭാര്യയെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക. പിന്നെ പറയാൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഏത് നേരവും ഇവിടെ ഫോണിലൊക്കെ നോക്കിയിരിക്കുന്ന പോലെ അവിടെ ചെന്ന് ഫോണിൽ നോക്കിയിരിക്കാൻ നോക്കണം. ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവിടുത്തെ അച്ഛനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണെന്നാണ് കേട്ടത്. പിന്നെ ഇവിടുത്തെ പോലെ അല്ല, അവർക്കെല്ലാം ദഹിക്കത്തില്ല. പിന്നെ എപ്പോഴും പോയി ടി വിയുടെ മുന്നിൽ പോയിരിക്കുക, കാലുമേ കാല് വെച്ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അറിയാമല്ലോ നിനക്ക് ഞങ്ങളൊക്കെ എങ്ങനെ എവിടെയെന്ന് അറിയാമല്ലോ. പിന്നെ നീ ഇച്ചിരി പുറത്ത് പോയി പഠിച്ച്, ബാംഗ്ലൂർ പോയി പഠിച്ചതിൻ്റെതായ മാറ്റങ്ങളൊക്കെ നിനക്കുണ്ട്. അതൊക്കെ കയ്യിലിരുന്നാൽ മതി, പുറത്തേക്ക് എടുക്കണ്ട. പിന്നെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജോലിക്ക് പോവുക. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ജോലിക്ക് പോകണം, പഠിക്കാൻ പോകണമെന്നൊന്നും അവിടെ ചെന്ന് വാശി പിടിക്കരുത്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവർ വിടും. അല്ലാതെ അവിടെ ചെന്നിട്ട് ഭർത്താവിനോട് എരിവിരി കയറ്റി അമ്മായിയമ്മയും ഒരുമനെയും തമ്മിൽ തെറ്റിക്കാനോ ഒന്നിനും നിൽക്കണ്ട. മര്യാദയ്ക്ക് ഒരു ഭാര്യ ജീവിക്കുന്ന പോലെ വീട്ടിൽ അവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അവിടെ ആടും പശുവൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ 1-2 ആടും പശുവൊക്കെ ഉള്ളൂ. അത് ആ തള്ള നോക്കുന്ന കൂടെ എന്നെ പോയി സഹായിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. അതൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ പറഞ്ഞിരിക്കാനൊന്നും നിൽക്കരുത്. പിന്നെ വെളുപ്പിനെ എണീറ്റ് കുളിക്കണം, അടുക്കളയിൽ കയറുന്നതിന് മുന്നേ കുളിക്കണം. അതൊക്കെ പിന്നെ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ താലിമാലയൊക്കെ ഇട്ട് സിന്ദൂരമൊക്കെ തൊട്ട് മര്യാദയ്ക്ക് നടക്കണം. ഇപ്പോൾ കുറേ പെണ്ണുങ്ങളുണ്ട് സിന്ദൂരവും തൊടത്തില്ല, താലിമാലയൊന്നും ഇടാതെ നടക്കുന്നത്. അങ്ങനെയൊന്നും നടക്കണ്ട, അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അവർ പണ്ടത്തെ വലിയ തറവാട്ടുകാർ, അവർ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. പിന്നെ അവിടെ ചെന്നിട്ട് പാഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊന്നും പറയാൻ നിൽക്കണ്ട, അതൊന്നും അവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. അവരൊക്കെ തുണി ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു നാട്ടിൻ പുറത്ത് വരാം. അവിടെ ഒന്നും പാഡ് ബാത്റൂമിൽ കൊണ്ടിടുകയും അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത്, അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പഞ്ചത്തിൽ അമ്മായിയമ്മയുടെ കൂടെ നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് കണ്ടോണം. അതൊക്കെ നിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും. പിന്നെ ചെല്ലുമ്പോഴേ അമ്മായിയമ്മയെ കയ്യിലെടുത്തോണം. അവർ നല്ല മരുമോളാന്ന് പറയണം, നീ അവിടുത്തെ മൂത്ത മരുമോൾ. പിന്നെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കണ്ടറിഞ്ഞ് നീ അങ്ങ് ചെയ്തോണം. ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ?
പിന്നെ എന്ത് കുറ്റവും കുറവും ഉണ്ടെങ്കിലും അത് നിൻ്റെ മനസ്സിൽ ഇരുന്നാൽ മതി. അത് ഇവിടെ ഓടി വന്ന് ഇവിടെ പറയാൻ നിൽക്കണ്ട. അവിടുത്തെ കാര്യം അവിടെ കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പിന്നെ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കരുത്. അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരെപ്പോഴും ഇങ്ങോട്ട് പൊക്കോന്ന് പറയുന്നത് അപ്പോൾ പോന്നാൽ മതി. പിന്നെ എന്തുവാ, ഇവിടുത്തെ അച്ഛനെയും അമ്മേനെ നോക്കുന്നല്ലോ അവിടുത്തെ അച്ഛനെയും അമ്മേനെ നോക്കണം. പിന്നെ അവിടെ ഒരു അമ്മാമ്മ വയ്യാതെ കിടപ്പുണ്ട്. ചെല്ലുമ്പോൾ അമ്മാമ്മേനെ നോക്കേണ്ടതൊക്കെ വരും. അതൊക്കെ നോക്കിക്കോണം. അത്രേ പറയുന്നുള്ളൂ. എന്തായാലും നിനക്ക് നല്ലൊരു ജീവിതം വരട്ടെ. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് പോയേ ഇച്ചിരി